لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. പകർന്നാലും ചോരാത്ത, നുകർന്നാലും തീരാത്ത പ്രകാശകിരണങ്ങൾ തീർത്ത വെട്ടം അതുല്യമായിരുന്നു. അതെ, ഇലാഹി സ്മരണകളാൽ ഇഹലോകം ധന്യമാക്കിയ, ത്യാഗസന്നദ്ധതയുടെയും അർപ്പണബോധത്തിന്റെയും കരുത്തിൽ കനകം വിജയിച്ച, അചഞ്ചലമായ തൗഹീദും അനിർവചനീയമായ ഇഖ്ലാസും മുഖമുദ്രയാക്കി പരീക്ഷണങ്ങളെ പവിത്രമാക്കിയ ഇബ്രാഹിമി കുടുംബം. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജറ ബീവി, ആത്മീയ ലോകത്തെ മഹാത്ഭുതങ്ങൾ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജും ആഘോഷദിനങ്ങളിലൊന്നായ ബലിപെരുന്നാളും 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകനും കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിമി കുടുംബത്തിന്റെ ജീവിതം ബൃഹത്തായ വിശകലനങ്ങൾക്ക് വർഷാന്ത്യം അവസരമൊരുക്കുന്ന പ്രപഞ്ചനാഥന്റെ നിയമസംഹിതയുടെ കാലാതീതമായ പ്രസക്തി കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും വിശ്വാസദാർഢ്യതയുടെ ഉൾക്കരുത്തുകൊണ്ട് തലമുറകൾക്ക് അധ്യാപനം നടത്തുന്നതിലും വിസ്മയകരമായ മാതൃകകളാണ് ഈ ജീവിതങ്ങൾ സമർപ്പിച്ചത്. മറ്റേത് ഭൗതിക സന്നാഹങ്ങൾക്കും സൗകര്യങ്ങൾക്കുമപ്പുറം ഉറച്ച വിശ്വാസം മാത്രമേ കരുത്ത് പ്രദാനിക്കുകയുള്ളൂ എന്ന നഗ്നസത്യമാണ് അതിലേറ്റവും പ്രധാനം. ഈ കുടുംബവുമായുള്ള മുസ്ലിം ലോകത്തിന്റെ അനിഷേധ്യമായ അനശ്വര ബന്ധം അരക്കെട്ടുറപ്പിക്കുന്നത് കൂടിയാണ് ത്യാഗനിർഭരമായ ഹജ്ജും ബലിപെരുന്നാളും. ചരിത്രത്തിന്റെ പടർന്നു പിടിച്ച അടരുകളിലേക്ക് ഊളിയിട്ടിറങ്ങുമ്പോൾ അഗ്നിപുലിംഗങ്ങളായ വിശ്വാസി ഹൃദയങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്നവരെ വ്യക്തമാകും. അധികാരികളും കിങ്കരന്മാരുമടക്കം ഒരു ദേശം മുഴുവനും എതിരായിട്ടും സഹായിക്കാനെത്തിയ ജിബ്രീലിനോട് എനിക്ക് അല്ലാഹു മതി എന്ന് പറയാൻ മാത്രമുള്ള മനക്കരുത്ത് കാണിച്ച് ഒരു രോമകൂപത്തിനും പോറലേൽക്കാതെ മാനമുട്ടെ കുമിഞ്ഞുകൂടിയ കനൽ കൂമ്പാരത്തിൽ നിന്നും രക്ഷപ്പെട്ട, തൗഹീദിന്റെ പ്രചരണത്തിനായി ദേശാടനം നടത്തിയ അരുമസന്താനത്തെ ബലിയർക്കാനുള്ള നിർദ്ദേശം സത്യമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ലവലേശം സംശയിക്കാതെ അതിനൊരുമ്പെട്ട പുണ്യപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇലാഹി മാർഗത്തിൽ പൊന്നോമനയെ ബലിയർപ്പിക്കാൻ നിസ്സങ്കോചം പുത്തനുടുപ്പണിയിച്ച് കുഞ്ഞിക്കൈ ഏൽപ്പിച്ച, മണലാരണ്യത്തിന്റെ വിജനതയിൽ തനിക്ക് ഒരാളും തുണയില്ലെന്നറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രിയതമന്റെ തിരിച്ചുപോക്കെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പതറാതെ നിലകൊണ്ട വിനോദ കേന്ദ്രത്തിലേക്കെന്ന പ്രതീതിയുടെ പിതാവിന്റെ കൈ പിടിച്ച് ബലിക്കലിലേക്ക് നീങ്ങിയ, പ്രയോഗവൽക്കരണത്തിന് പിതാവിനെമ്പാടും പ്രചോദന വാക്കുകൾ നൽകിയ കുഞ്ഞുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം. തീർച്ചയായും ഇവരെല്ലാം വിശ്വാസ ഹൃദയാന്തരങ്ങളിലെ രാജകീയ സാന്നിധ്യങ്ങളാണ്. പൊതുവെ ദുർബലമായ സ്ത്രീ മനസ്സിനെയും കുരുന്നു ഹൃദയത്തെയുമാണ് ഖലീലുല്ലാഹിയുടെ ആദർശോഷ്മളത കനൽക്കട്ടയായി മാറി കാരിരുമ്പിന്റെ കരുത്തുള്ളതാക്കി മാറ്റിയതെന്ന് ഓർക്കണം. ഇതിഹാസങ്ങളിൽ ഊറിക്കിടക്കുന്ന ഭൂമികയിൽ ചോർന്നു പോകാത്ത വിശ്വാസത്തിന്റെ വീര്യവും കെട്ടുപോകാത്ത അകക്കാഴ്ചയുടെ വെളിച്ചവുമായി വിശ്വാസി വൃന്ദം ഒത്തുകൂടിയിരിക്കുന്നു. പ്രപഞ്ചനാഥന്റെ പ്രകീർത്തന പ്രഘോഷണമാണ് ഇസ്ലാമിക ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. വിശ്വാസി ഹൃദയങ്ങളുടെ കേന്ദ്ര സങ്കേതമായ വിശുദ്ധ കഅബയും ചാരം ചേർന്നു നിൽക്കുന്ന സ്വഫ മർവയും കിലോമീറ്ററുകളകലെ നിലകൊള്ളുന്ന മിനാക്കുന്നുകളുമെല്ലാം കറകളഞ്ഞ വിശ്വാസം ഉറപ്പു നൽകുന്ന വിജയത്തിന്റെ പ്രതീകങ്ങളാണ്. വിജയം പടച്ചവനിലുള്ള അചഞ്ചല വിശ്വാസത്തിലാണ്. അതിൽ മാത്രമാണ്. അനുദിനം കലുഷിത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം ലോകത്തിന് ഇബ്രാഹിമി കുടുംബം ഓർമ്മപ്പെടുത്തലാണ്, കരുത്താണ്, പ്രതീക്ഷയാണ്. അതെ, പടപ്പിനൊരു പടച്ചവനുണ്ട്. ഇബ്രാഹിമി പാരമ്പര്യവും ഇസ്മായിൽ ചാരുതയും വിളിച്ചോതി അറഫ മൈതാനിയിൽ ലബ്ബൈക ഉയരുമ്പോൾ അടുക്കാം ഇലാഹിലേക്ക്, പടുക്കാം സ്വർഗവാതിലുകൾ.